ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ റെഡിയാണെന്ന് എന്താ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പോകാനാണ്. ഞങ്ങളെല്ലാം കൂടെ തൃശ്ശൂർ പൂരം പോകാൻ കാണാനായിട്ട് വെടിക്കെട്ട് കാണാനായിട്ട് പോകണം. കുറച്ച് നേരത്തെയാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് വെടിക്കെട്ടിനെക്കാളും നേരത്തെ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ചായ കുടിച്ച് പയ്യാണ് പോയത്. ഇത് ഫ്രീക്ക് നടന്നു പോകുന്നു. തൃശ്ശൂർ എത്തിയപ്പോൾ പമ്പിലൊക്കെ ആൾക്കാർ കിടക്കുന്നത് തൃശ്ശൂർ പൂരം കാണാൻ വന്ന ടീംസ് കിടക്കുന്നത്. പൂരത്തിൻ്റെ അവിടെ എത്തി ഭയങ്കര തിരക്കാണ്. പാർക്കിങ് പോലും സ്ഥലമില്ല, ഫുള്ള് തിരക്കാണ്. പിന്നെ ഉള്ള ഇടയിലേക്ക് കുത്തിക്കയറ്റി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വെടിക്കെട്ട് കാണാനായിട്ട് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്ക്. കഴിഞ്ഞ കാലത്തെക്കാളും ഈ കൊല്ലാണ് തിരക്ക് പോകും. കഴിഞ്ഞാൽ ഇത്ര തിരക്കില്ലായിരുന്നു. ഞങ്ങൾ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറം മാറിയാണ് വണ്ടി കിട്ടുക. അതുകൊണ്ട് കുറച്ച് നടക്കേണ്ടി വന്നു. നടന്നെത്തായപ്പോഴത്തേനും ആംബുലൻസിന് എന്ത് തിരക്കാണെങ്കിലും സ്ഥലം ഒരുക്കി കൊടുക്കില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പോകുന്നതിന് കഴിഞ്ഞാൽ ജയനുണ്ടായിരുന്നു തൃശ്ശൂർ പൂരം കൂടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയെ കണ്ടു. അവിടെ ചെന്നപ്പോൾ തിരക്കെന്ന് പറഞ്ഞാൽ ഇതേമാതിരി തിരക്ക്, എന്താ തിരക്ക്, അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒന്നാമത്തെ വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് പോന്നു. രണ്ടാമത്തെ വെടിക്കെട്ട് എനിക്കൊന്നും കൂടെ ഇഷ്ടപ്പെട്ടെ. അവനെ കുറച്ച് പവർ സാധനമാണ്. വെടിക്കെട്ട് കാട്ടി പൊളിയായിരുന്നു കേട്ടോ, മാസാനാണ്. വെടിക്കെട്ട് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്ത് വന്നപ്പം നേരത്തെ കണ്ട വണ്ടികളിലൊക്കെ തിരക്ക് കഴിഞ്ഞു. ഞങ്ങൾ പയ്യെ പോകുന്നു. ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബ്ലോക്കിനാണ്. അതുകൊണ്ട് ഞങ്ങൾ ആറാട്ട് ഇരിങ്ങാലക്കുട റോഡ് പിടിച്ച് പോകണം. 10 കിലോമീറ്റർ കൂടുതലുണ്ട്, എന്നാലും ബ്ലോക്ക് കിട്ടില്ലല്ലോ, അങ്ങനെ പോകും. രാത്രി ഇറങ്ങാത്തതുകൊണ്ട് മറക്ക് നല്ല ക്ഷീണമായിരുന്നു. അത് കിടന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചെറുങ്ങനെ ചെന്ന് ചായ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ തൃശ്ശൂർ പൂരം കളറായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.